അതൊക്കെ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിഷ്ടല്ലേ? കൊണ്ടുവരാൻ ടോപ്പിക് മാറ്റി പിടിക്കാം നമുക്ക്. വേറെന്താ, നമ്മൾ എപ്പോഴും ബിസിനസ് വേറെ എന്തെങ്കിലും ടോപ്പിക് എടുക്ക്. ടോപ്പിക് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചയാവാൻ ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്ന ടോപ്പിക് എടുത്തടാ. അഭിപ്രായങ്ങള് ഞാൻ പറയാൻ തുടങ്ങിയാല് ചിലപ്പോ നമ്മളെ ഡൈവേഴ്സിലേക്ക് എത്തും. ഒന്നു തൊടാൻ ഓമനിക്കാൻ അരികിൽ ഞാനില്ലേ, നിനക്കു ഞാനില്ലേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നും നമ്മൾ യൂണിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല കട്ടൗട്ടിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ഇൻട്രോ തുടങ്ങണം അല്ലേ? കാരണം നമ്മളൊരു ചെറിയൊരു രീതിയിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ യൂണിറ്റിൽ പോകേണ്ടി വരും. സ്റ്റിച്ച് ചെയ്ത സംഭവങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ പുതിയ ഡിസൈൻസ് ഒക്കെ കൊടുക്കാനൊക്കെ വേണ്ടി. അപ്പോൾ എന്തായാലും നമ്മൾ ഇക്കാനും കൂടെയൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ കുഞ്ഞു വീഡിയോസ് നമ്മുടെ വ്ളോഗ് ഇടാന്നുള്ളത് വിചാരിച്ചു. ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതിനെക്കുറിച്ച് ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് വീഡിയോക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. സെക്കൻഡ് നമ്മൾ ആ ബിരിയാണി കഴിക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും കമൻറ്റിൽ ഇങ്ങനെ മെസ്സേജസ് എന്താണ് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു വോയിസ് കേൾക്കാനിട്ടായത് കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളെ കേൾപ്പിച്ചു തരാം അവർ പറഞ്ഞത്. ഒരു മിനിറ്റ്. ഹലോ, അസ്സലാമലൈക്കും താത്ത. എന്താ നിങ്ങളെ വീട് എവിടെയാ? അല്ലെ, നിങ്ങളെ പാലക്കാടൻ ബിരിയാണി തിന്നുന്ന വീഡിയോസ് കണ്ടു ഞാൻ. നിങ്ങളെ ഇക്കാക്കാൻ നിങ്ങളെ അതുപോലെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിഷ്ടല്ലേ? എന്തായാലും അവരുടെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള വോയിസ്, ജെന്യൂൻ ആയിട്ടുള്ള ഒരു വോയിസ് ആയിട്ട് ഫീൽ ചെയ്തു. അതുപോലെ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ കേൾക്കാനിടയായപ്പോൾ നമുക്ക് പേഴ്സണലി എല്ലാവർക്കും ഇഷ്ടമായിരുന്നല്ലോ. നമ്മളൊരാൾ ഇഷ്ടമാണെന്ന് പറയാനും നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അല്ലേ? ഞാൻ പേഴ്സണലായിട്ടും ഒക്കെ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ എടുത്തിട്ട്. അപ്പൊ ഭയങ്കര സന്തോഷം. അപ്പൊ നിങ്ങള് എന്താ പറയാ, എന്ത് അഭിപ്രായമാണെങ്കിലും നമ്മൾക്ക് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ വീഡിയോന്റെ താഴെയൊക്കെ കമന്റിൽ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ആ ഒരു കുഞ്ഞു കമന്റുകളിൽ നിന്നിട്ടാണ് നമ്മളല്ലേ ഡാലിയ വളർന്നതും അതുപോലെ തന്നെ ഇന്നിപ്പോ നമ്മൾ ഇത്രയധികം ഫോളോവേഴ്സ് ആയിട്ടൊക്കെ നിൽക്കുന്നത്. മെറ്റീരിയൽ ആണെങ്കിലും നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിനനുസരിച്ചാണ് നമ്മളത് കൂടുതൽ ക്വാണ്ടിറ്റി വേണോ, അതായത് മെറ്റീരിയൽ ഇനി അങ്ങനത്തെ എടുക്കണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് അതിലൂടെ തന്നെയാണ്. നമ്മളിപ്പോ എല്ലാം നമ്മൾ ഉപയോഗിച്ച് നോക്കല് പ്രാക്ടിക്കൽ അല്ല. നമ്മൾ മെറ്റീരിയൽ നോക്കണോ, നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുമ്പോഴാണ് നമ്മളത് സ്റ്റിച്ചിങ്ങിലേക്ക് വിടുക. പിന്നെ നിങ്ങളുടെ റിവ്യൂ നല്ല പ്രൊഡക്റ്റ് ആണ്, യൂസ് ചെയ്യുമ്പോൾ നല്ലതാണ്, അതിൽ കൂടുതൽ കളക്ഷൻ കൊണ്ടുവരും പറയുമ്പോഴാണ് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ കളക്ഷൻ ഇറക്കുക. നമ്മൾ ഏറ്റവും ഫസ്റ്റ് വീഡിയോ ചെയ്ത പ്രൊഡക്റ്റുകളൊന്നും ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നില്ല അല്ലെ? ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റുകളൊക്കെ മാറി ഇപ്പൊ നമ്മളൊരു പകുതി വെച്ച് ഞാൻ പറഞ്ഞതുപോലെ ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ഇന്ന് വരെ ഫ്രോക്ക് നൈറ്റി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരും. കാരണം നമുക്ക് അതിന് നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാനും കഴിയുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ എന്തായാലും സപ്പോർട്ട് എത്രത്തോളം കമ്മിയിലല്ലേ കൊടുക്കുന്നത്. അപ്പൊ ആ ക്വാളിറ്റി നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യും വേണം. കാരണം നല്ല സാധനം തന്നെ തരണം. നമ്മൾ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ലല്ലോ കച്ചവടം ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ റിവ്യൂക്ക് അനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഓരോന്നും മാറ്റി പിടിക്കും. ലാസ്റ്റ് വരുന്ന 290 പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് പേര് നല്ല മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കൂടുതൽ കളക്ഷൻസും കൂടുതൽ മെറ്റീരിയലൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ വർക്ക് കുറെ നടക്കുന്നുണ്ട്. കൂടുതൽ എൻക്വയറിക്ക് അനുസരിച്ച് കൂടുതൽ അതിന്റെ ബൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു 1-2 പ്രൊഡക്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ കിട്ടാഞ്ഞിട്ടാവുമ്പോ പരിഭവത്തിലൂടെ ചോദിക്കുന്ന ആവശ്യമില്ലല്ലോ. അതെ, സ്വാഭാവികം. നമ്മുടെ പ്രൊഡക്റ്റ് ഒരു 100 അല്ലെങ്കിൽ ഒരു 500 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു 1000 ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു 500 ആൾക്കാർ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കഴിഞ്ഞു. പിന്നെ നമുക്ക് റീച്ച് കൂട്ടിയിട്ട് അതിൽ വരുമാനം കിട്ടുന്ന ഒരുപാട് ചാനലുകാരുണ്ടാവും. നമുക്ക് ഇതിൽ നിന്ന് ചെറിയ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ അതന്നെ ധാരാളം നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ അല്ലേ? അതിലൂടെ റീച്ചിന് വേണ്ടിട്ട് നമ്മൾ ഒന്നും ചെയ്യാറില്ല. നമ്മൾ റീച്ചിന് വേണ്ടിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. ചില വീഡിയോ നമ്മൾ റീച്ച് ആകല്ലേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം സാധനം കുറച്ചേ ഉണ്ടാകുള്ളൂ. ഒരുപാട് പേരുടെ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് റീച്ച് ആവുകയല്ലാതെ നമ്മൾ ഇതുവരെയും
വീഡിയോക്ക് റീച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ തംബ്നെയിലുള്ളത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട തംബ്നെയിലേ ഇടാറില്ല ഇപ്പോ, കാരണം അതിനുള്ള സമയവും ഇല്ല. നമ്മൾ അതിലെന്താണ് തംബ്നെയിൽ വരുന്നത് ആ തംബ്നെയിൽ തന്നെ ആയിരിക്കും അതിനകത്ത്. വീഡിയോ എന്തൊക്കെയായാലും പിന്നെ ഒരു ജോലി എന്ന് പറയുമ്പോൾ അതിന് അട്രാക്ഷൻ കൊടുക്കണല്ലോ. ഇപ്പൊ നമ്മൾ ഏതൊരു സംഭവം ഒരു ഫസ്റ്റ് ഒരു അട്രാക്ഷനിൽ നിന്നായിരിക്കും ആ വീഡിയോ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അത് സ്വാഭാവികമായിട്ടും എല്ലാവരും കൊടുക്കുന്ന പോലത്തെ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ആ ഒരു കുറച്ച് പ്രോഡക്റ്റിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് ഇല്ലേ. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് അഫോർഡബിൾ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നു. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ പാർട്ടി വെയർ അതിലൊന്നും നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അപ്പോൾ അവർ ചെയ്തോട്ടെ അല്ലേ. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് എന്താണോ ഡിമാൻഡ് വരുന്നത് അത് തരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെയാണ് ഈ ഒരു ചെറിയ ഈ ഒരു വീഡിയോയിലുള്ളിൽ പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് കൂടുതലായിട്ട് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഓരോ എൻക്വയറി കൂടുന്നതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടുന്നുണ്ട്. അതിനേക്കാളും നല്ല രീതിയിൽ എങ്ങനെ അഫോർഡബിൾ ആ ഒരു സമയത്തുള്ള ട്രെൻഡിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് കൊടുക്കണം എന്നുള്ള അല്ലേ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ വർക്കും കാര്യങ്ങളിലൊക്കെ വേണ്ടി നമ്മൾ എങ്ങനെ ആ ഒരു റേറ്റിന് കൊടുക്കാന്നുള്ളത് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ കൂടുതൽ നമ്മളിപ്പോൾ ഒരു എന്തൊക്കെയായാലും ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഓൺലൈനിൽ വരുന്ന അല്ലേ എല്ലാം നമ്മൾ നിരീക്ഷിക്കാറുണ്ട്. എങ്ങനെയൊക്കെയാണ് അപ്പോഴത്തെ ട്രെൻഡ് എന്താണ് ആ ഒരു സമയത്ത് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു പാകിസ്ഥാനി കുർത്തീസൊക്കെ കൊണ്ടുവരാനുള്ള കാരണവും ആ ഒരു ട്രെൻഡിങ് ആയിരുന്നു. ഇൻസ്റ്റഗ്രാം നമ്മൾ എങ്ങനെ തുറന്ന് നോക്കിയാലും ഏതൊരു ഇതിൽ നോക്കിയാലും ഫുള്ള് ഇങ്ങനെ ആ ഒരു കുർത്തിൻ്റെ കളക്ഷൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ എങ്ങനെ അഫോർഡബിൾ റേറ്റിൽ അത് കൊടുക്കാന്നുള്ളത് ആലോചിച്ചു. അങ്ങനെ നമ്മൾ 290 പാകിസ്ഥാനി കൊണ്ടുവന്നത്. അപ്പം അതിൽ XXL ഒരുപാട് എൻക്വയറി ഉണ്ട് കേട്ടോ. XXLനും ഇൻഷാല്ലാ അത് കൊണ്ടുവരാൻ ടോപ്പിക് മാറ്റി പിടിക്കാം നമുക്ക്. വേറെ നമ്മൾ എപ്പോഴും ബിസിനസ് വേറെ എന്തെങ്കിലും ടോപ്പിക് എടുക്കും. വരുന്ന ടോപ്പിക് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചയാവാൻ ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്ന ടോപ്പിക് എടുത്തടാ. അതിൽ കൊറേ കോമഡി ഉണ്ട്, കൊറേ ത്രില്ലിംഗ് ആണ്, സസ്പെൻസ് ഉണ്ട്. എന്റെ ചെരുപ്പ് കണ്ടിട്ടാണ് ഇവളെ എന്നെ പ്രേമിച്ചത്. പ്രേമിച്ചതാ ചെരുപ്പ് ഷൂ കണ്ടിട്ടല്ലേ? നീ പറഞ്ഞില്ലേ? നീ കഥ പറ. അതൊക്കെ ഒരു രസമല്ലേ. എപ്പോഴും നമ്മള് ബിസിനസ് കണ്ടിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണം വീഡിയോയില്, അപ്പോഴല്ലേ രസം ഉണ്ടാവുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? അത് അവരും അതന്നെ പറയുന്നത്. നിന്റെ എത്രാമത്തെ പെണ്ണ് കാണല്ല നമ്മളെ കല്യാണം റെഡി ആയത്? അതൊക്കെ ഒരുപാട് പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടാവും. എന്നാലൊരു 100 ആയിട്ടുണ്ടാവോ? അത് നിങ്ങൾക്ക് പെണ്ണ് കിട്ടാൻ ഞാൻ എന്താ പറയാൻ വന്നത്, ഞാനൊരു +2 പഠിക്കുന്ന സമയത്താണ് അല്ലേ കല്യാണ ആലോചനകൾ. ആ ടൈമിലിട്ടൊക്കെ ഒരു 10 വർഷം മുന്നേ ആ ടൈമിലൊക്കെ ആ സമയത്തൊക്കെ അങ്ങനെയാണല്ലോ. ആ ടൈമിങ്ങിലാണ് പെണ്ണ് കാണാനൊക്കെ വരലും കല്യാണ ആലോചനകളൊക്കെ നടക്കുന്ന ടൈമിങ്ങും. ഇന്നൊന്നും ഇപ്പം നമുക്ക് ആ ഒരു +2 എന്നുള്ളൊരു കാലഘട്ടം ചിന്തിക്കാനേ കഴിയില്ല. കുട്ടികളൊക്കെ ഇപ്പോൾ പഠിക്കണം, സ്റ്റേബിൾ ആവണം, എന്നിട്ടാണ് കല്യാണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. പണ്ടെന്ന് വെച്ചാൽ ആ ഒരു 10 വർഷം മുന്നത്തെ ഒരു 90s കിഡ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ മിക്കവാറും പേരൊക്കെ ഒരു +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെയും അതുപോലെ തന്നെയുള്ളൊരു ടൈമിങ്ങിലായിരുന്നു. +2 റിസൾട്ടൊക്കെ വരുന്ന ടൈമിലായിരുന്നു പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഇങ്ങനെ ആലോചനകൾ വന്നു. അതിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ലാസ്റ്റാണ് ഒരു ദിവസം എൻ്റെ ഒരു കസിൻ സിസ്റ്ററും കൂടി വന്നത്. രാവിലെ നേരത്തെ ഒരു 9 മണി എന്ന് പറഞ്ഞ ആ ടൈമിന് തന്നെ കറക്റ്റായിട്ട് വന്നു. 9 മണിക്ക് വലിയ ഇതായിട്ടൊന്നുമല്ല വന്നത്, ഒരു എന്താ പറയുക അല്ലേ, വലിയ ആഷ് പോഷ് ആയിട്ടൊന്നും അല്ല വന്നത്. പക്ഷെ എന്താ പറയാ അല്ല, ആ ഒരു ഗെറ്റപ്പ് ലുക്കിലൊന്നും അല്ല വന്നത്. നോർമലി ഒരു കാഷ്വൽ ലുക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ആ ടൈമിൽ നമ്മൾക്ക് കുറച്ച് സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സങ്കല്പം മീൻസ് അങ്ങനെയല്ല, എന്നാലും നമ്മൾക്ക് ഒരു സ്റ്റൈല്, നമ്മുടെ കാര്യങ്ങൾ, അങ്ങനെ ഒരു കാണുമ്പോൾ ഒരു പേഴ്സണാലിറ്റി, ഒരു ലുക്ക്, അങ്ങനത്തേലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ. നിങ്ങൾ പറയും നിങ്ങൾ അങ്ങനെ എന്നിട്ട് അങ്ങനെ വന്നു. സംഭവം വന്നിട്ട് എന്താ പറയാ, ഇവർ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കാണുന്നില്ല, ഞാൻ ഉള്ളിലാണ്, റൂമിലാണ് നിൽക്കുന്നത്. സൗണ്ട് മാത്രം എനിക്ക് കേൾക്കുന്നുള്ളൂ. കൂടെ വന്നിട്ടുള്ള താത്ത
ഞങ്ങളുടെ കൂടെ റൂമിലേക്ക് വന്ന് അവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ എൻ്റെ അത്താൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇങ്ങനെ അപ്പോൾ ആ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാം. അപ്പം സൗണ്ട് എനിക്ക് പേഴ്സണലി ഇപ്പോൾ വലിയതായിട്ട് പറയുന്നല്ല, ഇപ്പോഴൊന്നും ഇഷ്ടമല്ല. അപ്പം ആ സമയത്ത് എനിക്ക് ആ സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സൗണ്ട് കേട്ടപ്പോൾ നമുക്ക് എന്താ ഒരു എല്ലാവരും ഫസ്റ്റ് സൈറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഫസ്റ്റ് സൗണ്ടാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സൗണ്ട് കുഴപ്പമില്ല, പറഞ്ഞോ. എന്നിട്ട് വേണ്ട, സാധാ മതി, ഉള്ള മൈലേജ് മതി. പറഞ്ഞോ, നീ കണ്ടിന്യൂ ചെയ്തോ, ഞങ്ങള് പെട്രോൾ അടിക്കാൻ നിർത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് സൗണ്ട് ഇഷ്ടമായി. അപ്പോൾ അതിനുള്ളിൽ കേൾക്കുന്നുണ്ട് നല്ലോണം കാഷ്വലായി നന്നായി നമ്മളെ എന്താ പറയുക വീട്ടിലൊരാളെ പോലെ തന്നെ നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു ചമ്മലോ ചളുപ്പോ ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് വർത്താനം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെ വിളിച്ചു, ഞാൻ പോയി പേര് ചോദിച്ചു അല്ലേ, അങ്ങനെ ചോദിച്ചു. എനിക്ക് ഭയങ്കര മടിയായിരുന്നു, പക്ഷെ ആള് ഭയങ്കര കൂളായിരുന്നു സംസാരിച്ചു. ഞാനങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോയി, ഞാൻ ഉള്ളിൽ പോയി. എന്നിട്ടും അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നു. അടുക്കളയുടെ ഒരു സൈഡിലുള്ള റൂമിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അവിടേക്ക് കയറി വന്നു. അവിടെ കയറി വന്നിട്ട് 1200 നോർമൽ. എന്നിട്ട് അങ്ങനെ എന്താ പറയുക, അങ്ങനെ കയറി വന്നു. എന്നിട്ട് ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു എനിക്ക് കുട്ടിനെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കോ പറഞ്ഞു. ഇതിപ്പോ ഒരു ദിലീപ് ഒരു സിനിമയിലെ കുട്ടിനെ എനിക്കിഷ്ടമായി, എനിക്കിഷ്ടമല്ല അങ്ങനെ പറയരുത് പറഞ്ഞ പോലെ. അങ്ങനെ ചോദിച്ചു. നമ്മൾക്ക് പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും എടുത്ത് പറയില്ലല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ മിണ്ടാതിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ അടുത്തൊക്കെ എൻ്റെ ഉമ്മാനെ പോലെയാണ് എന്താ പറയുക, വീട്ടുകാരൻ്റെ ഫസ്റ്റ് തന്നെ വീഴ്ത്തിന്ന് പറയാലോ. ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കാറ്. എന്താ പറയുക, എല്ലാവിടെ പോയാലും അടുക്കള വരെ കയറി ക്യാഷിലായി പോകും, നമുക്ക് നമ്മുടെ വീട് പോലെയാണെന്നൊക്കെ ഭയങ്കര ഇതായിട്ട് കൂളായിട്ടായിരുന്നു വർത്താനം പറഞ്ഞിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ സംസാരത്തിൽ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞിട്ട് പോയി. പിന്നെ ഞാൻ പോകുമ്പോൾ ഞാൻ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ബൈക്കിൽ കയറി സ്റ്റാർട്ടാകുന്ന സമയത്ത് എന്തിനാ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ ചെരുപ്പാണോ ഇട്ടിട്ടുണ്ടായിരുന്നത്, ഷൂ ആണോ ഇട്ടിട്ടുണ്ടായിരുന്നത്, അതായിരുന്നു ഹൈലൈറ്റ്. ചെരുപ്പാണോ ഷൂ ആണോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് ഭാഗ്യത്തിനൊക്കെ ഷൂ ഇട്ടത് കൊണ്ട് എൻ്റെ അടുത്ത് ഇരിക്കണു. ഇല്ലെങ്കിൽ ആ ഷൂ ഇട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാനിത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. കാരണം ഞാൻ ഡ്രസ്സിംഗ് ഒക്കെ ഒരു ശ്രദ്ധിക്കുന്ന ആളാണ് ഞാൻ. ഡ്രസ്സിങ്ങിൽ എങ്ങനെയാണ് നമുക്കൊരു ഫസ്റ്റ് ഒരാളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റിന്റെ ഫസ്റ്റ് ലുക്കിൽ നമുക്ക് മനസ്സിലാവും ഡ്രസ്സിങ് എങ്ങനെയാണ്, ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. എന്തോ ഷൂ ഇട്ടിട്ട് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എനിക്കൊരു പൊതുവെ ഒരു ടോക്കായി ഡ്രസ്സിങ് ശ്രദ്ധിക്കുന്നതാണ്, ഷൂ അടക്കം ഇട്ടിട്ടുണ്ടോ, ചെക്കൻ എങ്ങനെയാ വരുന്നത് എന്നൊക്കെ നോക്കണമെന്നുള്ളത് ഒക്കെ ഒരു ടോക്ക് വരാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ആ ഒരു പേഴ്സണലി പിന്നെ പോരാത്തതിന് മുടിയൊന്നും ചീവാതെയായിരുന്നു വന്നിട്ടുണ്ടായി. കാരണം ആ ഒരു കാറ്റത്ത് വന്നതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്ന് ചിലപ്പോൾ എപ്പോഴായിരിക്കും അറിയാം. കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ ആരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല കേട്ടോ, ഈ കാണുന്നതിൽ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയില്ല. ആ ഒരു ടൈമിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു തമിഴിൽ വിജയ് TV-യിൽ, സരവണൻ മീനാക്ഷി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സീരിയലിൽ സരവണൻ എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതിൽ ഹീറോയാണ്. അവനെ പോലെ മുടി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട്. അതില് അവനിട്ട പോലത്തെ വാച്ചായിരുന്നു ഇട്ടുണ്ടായിരുന്നത്, ഒരു സിൽവർ കളർ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ആ ഒരു ടൈമിലെ സിനിമാ നടൻ അങ്ങനെയൊക്കെ ഒരു സങ്കല്പങ്ങളായിരിക്കുമല്ലോ. അതൊക്കെ കൊണ്ടാണ് ഈ വ്യക്തി ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ പോയി. പിന്നെ ബാക്കി നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾക്ക് അഭിപ്രായം എന്തായിരുന്നു എന്നെ കുറിച്ച്? ഞാൻ പറയാൻ തുടങ്ങിയാല് നിങ്ങൾ പറയും, നിങ്ങളുടെ ഇത് പറയും. അല്ല, ഞാൻ വന്ന് കണ്ടപ്പോ ആദ്യം വാപ്പയെ വന്നത്, ഇവളുടെ വാപ്പാനെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്തു. വാപ്പ ആള് കുഴപ്പമില്ല, ആള് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കണ്ടേ, അല്ല മത്തം കുത്തിയ മത്തം തന്നെയാണല്ലോ മുളയ്ക്കണ്ടേ. അപ്പോൾ
ഏറെക്കുറെ ഒരു പിന്നെ ഉമ്മാനെ കണ്ടു, ആങ്ങളിനെ കണ്ടു. അപ്പൊ അവരിനൊക്കെ കണ്ടപ്പോ ഏറെക്കുറെ കുട്ടിയും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ കുട്ടി വരുന്നു, ഒരു വെള്ളപ്പാറ്റ പോലത്തെ ഒരു സാധനം വന്നു. അപ്പൊ അങ്ങനെ കണ്ട് സംസാരിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു. കുട്ടി ഇഷ്ടമാണ്. പിന്നെ വീട്ടിൽ ഉമ്മയൊക്കെ നമ്മൾ പറഞ്ഞ പിന്നെ വേറൊന്നും പറയുമൊന്നുമില്ല. പിന്നെ അതങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ നമ്മുടെ അഭിപ്രായം പറഞ്ഞു. പിന്നെ ഒരു വീട്ടിൽ വന്നു. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം അല്ലേ. പിന്നെ അതൊന്നും അല്ലല്ലോ, ഇനിയുണ്ടല്ലോ കഥകൾ ഇഷ്ടം പോലെ. അതിനകത്ത് കല്യാണം കഴിഞ്ഞിട്ട് പാട്ട് പാടിയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരുപാട്. പാട്ട് പാടുന്ന ഒരാളായിരുന്നു അല്ലേ. ആ ടൈമിലൊക്കെ നന്നായിട്ട് പാട്ടും പാടും. അതുപോലെ തന്നെ എനിക്ക് പാട്ട് പാടിത്തരും ഫോൺ ചെയ്യുന്ന സമയത്ത്. പിന്നെ അതുപോലെ നിറയെ പ്രോഗ്രാംസിനൊക്കെ പാട്ട് പാടാം. ഇപ്പോഴൊക്കെയാണ് ആ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ടൈമിലൊക്കെ. അതെ, ആ പാട്ടൊക്കെ ഒന്ന് പാടി കൊടുത്ത. അയ്യോ, ടച്ച് പോയതല്ലേ. എന്നാലും പാടി. ഞാന് ഏതോ ഒരു ആൽബത്തിൽ എവിടെയോ കേട്ടൊരു പാട്ടാണ്. പക്ഷെ ഞാൻ ഇവളുടെ ആ സമയത്ത് പറഞ്ഞിരിക്കുന്നത് ഞാനായിട്ട് ഉണ്ടാക്കിയ പാട്ടാണ്. നിനക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയ പാട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് എന്നെ ആലോചിച്ചുണ്ടാക്കി എഴുതിയ പാട്ടാണെന്നൊക്കെ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ആ ഒരു ടൈമിങ്ങിലൊക്കെ പഞ്ചാരി പൈകിളിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ടൈമാണല്ലോ. നമ്മളെയൊക്കെ ഉദ്ദേശിച്ചിട്ടൊക്കെ ഒരു അങ്ങനെയൊക്കെ എഴുതാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമൊക്കെയുള്ള. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ റൂമിൽ എവിടെയോ നിൽക്കുന്ന ടൈമിൽ TV-യിൽ ആ പാട്ട്, അപ്പം ഞാൻ റബ്ബ് ചെയ്ത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ പാട്ട്. ഓടി വന്ന് നോക്കുന്ന ടൈമിലാണ് അതൊരു ആൽബം സോങ് ആയിരുന്നു. അപ്പോഴാണ് ഈ മനുഷ്യൻ എന്നെ പറ്റിച്ച കാര്യം ഞാൻ അറിയുന്നുണ്ടായിരുന്നത്. ഏതാ പാട്ടത്? അത് പാടിക്കുന്നത് എവിടെയായാലും അരികിൽ ഞാനില്ലേ, ഒന്നു തൊടാൻ ഓമനിക്കാൻ അരികിൽ ഞാനില്ലേ, നിനക്കു ഞാനില്ലേ, എവിടെയായാലും ഒന്നു തൊടാൻ ഓമനിക്കാൻ അരികിൽ ഞാനില്ലേ, നിനക്കു ഞാനില്ലേ. രാത്രി പാട്ട് കേട്ടിട്ടാണല്ലോ ഉറങ്ങാറ് സാധാരണഗതിയില്. ആ പാട്ട് നിർത്തി. ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, കണ്ടിന്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കാം, കമന്റ് ചെയ്യും. നമ്മൾ വീണ്ടും പുതിയ കഥകളുമായിട്ട് വീണ്ടും കാണും. ബൈ ബൈ.